നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ മാസം സർക്കാർ പ്രഖ്യാപിച്ച വീട്ടമ്മമാർക്കുള്ള ധനസഹായമായ 1000 രൂപ എല്ലാ മാസവും ലഭിക്കുന്ന പെൻഷനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആർക്കെല്ലാമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക, എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് മാസം 1000 രൂപ ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചൊന്നും വീഡിയോസ് വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. കഴിഞ്ഞ മാസം സർക്കാർ പ്രഖ്യാപിച്ച കാര്യമായിരുന്നു 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക്, അതായത് വീട്ടമ്മമാർക്ക് മാസം 1000 രൂപ പെൻഷൻ ലഭിക്കുക എന്നുള്ളത്. ഒരു റേഷൻ കാർഡിലെ ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു മാസം 1000 രൂപ ലഭിക്കുക. ആരുടെ പേരിലാണോ റേഷൻ കാർഡുള്ളത് അവർക്കായിരിക്കും ഈ ഒരു 1000 രൂപ ലഭിക്കുക. ഇതുവരെ സർക്കാരിൽ നിന്നും ഒരു പെൻഷൻ ലഭിക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ കീഴിലോ അല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ കീഴിലോ ജോലി ചെയ്യാത്ത ആളുകൾ എന്നിങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ഈ ഒരു 1000 രൂപ മാസം പെൻഷൻ ലഭിക്കുക. നിലവിൽ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ആകുന്ന ആളുകൾക്കായിരിക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുക. നിലവിൽ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന വീട്ടമ്മമാർക്കാണ് ഇപ്പോൾ ഈ ഒരു ആനുകൂല്യം സർക്കാർ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ഓൺലൈൻ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമുക്കറിയാം, നമ്മൾ പെൻഷൻ അപേക്ഷ കൊടുക്കുന്ന അതേ വെബ്സൈറ്റ് വഴി തന്നെയാണ് ഇതിനും അപേക്ഷ സമർപ്പിക്കേണ്ടത്. നമ്മുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നമ്മുടെ പ്രായം തെളിയിക്കുന്ന ഒന്നുകിൽ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ നമ്മുടെ SLC ബുക്കോ സ്കൂൾ സർട്ടിഫിക്കറ്റോ, അതുമല്ലെങ്കിൽ പാസ്പോർട്ട്, പാൻ കാർഡ്, ഇതിലേതെങ്കിലും രേഖയും നമ്മുടെ ആധാർ കാർഡും എന്നിവയും നിങ്ങൾ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ കേന്ദ്രങ്ങൾ വഴിയോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ അവർ ഒന്ന് വെരിഫൈ ചെയ്യും. അങ്ങനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം മുതൽ അല്ലെങ്കിൽ ഈ മാസം മുതൽ തന്നെ 1000 രൂപ ലഭിക്കുന്നതാണ്. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അപ്രൂവലായി കഴിഞ്ഞാൽ നമുക്കൊരു പെൻഷൻ ID ലഭിക്കും. ഈ പെൻഷൻ ID ഉപയോഗിച്ച് നമ്മൾ മസ്റ്ററിംഗ് കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും പെൻഷൻ ലഭിക്കുക. ഈ ഒരു മസ്റ്ററിംഗ് എല്ലാ വർഷവും നൽകേണ്ടി വരും. സാധാരണ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ചെയ്യുന്ന രൂപത്തിലുള്ള മസ്റ്ററിംഗ് ആയിരിക്കും ഇവരും ചെയ്യേണ്ടത്. നമുക്കറിയാം, സാധാരണ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ എല്ലാ വർഷവും ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാറ്. ആ ഒരു സമയങ്ങളിൽ ഇവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടി വരും. അതുപോലെ തന്നെ എന്നാണ് അവരുടെ കാർഡ് വെള്ളയിലേക്കോ നീലയിലേക്കോ മാറുന്നത് അതുവരെ മാത്രമായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ വെള്ള, നീല കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ സമയത്ത് അപേക്ഷ കൊടുത്ത ആളുകൾക്കെല്ലാം ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡ് ലഭിച്ചിരുന്നു. ഇപ്പോഴും ഒരുപാട് ആളുകൾക്ക് ചുവപ്പ് റേഷൻ കാർഡ് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ 1000 സ്ക്വയർ ഫീറ്റിന് വീട്ടിൽ താഴെയാണ് താമസിക്കുന്നതെങ്കിൽ അത് തെളിയിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് രേഖ, നിങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ വാടക അഗ്രിമെൻ്റ് കോപ്പി, അതുപോലെ തന്നെ 2001 BP ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബമാണെങ്കിൽ അത് തെളിയിക്കുന്ന സാക്ഷ്യപത്രം, സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ സാക്ഷ്യപത്രം, വീട്ടിൽ ഡിസബിലിറ്റി ആയ ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ സാക്ഷ്യപത്രം എന്നിവയെല്ലാം കൂടി നിങ്ങൾ ഓൺലൈൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് അവർ മാറുന്നുണ്ട്. അങ്ങനെ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറുന്ന ആളുകൾക്കും ഈ ഒരു 1000 രൂപയുടെ അപേക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ആധാർ കാർഡ് നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രായം തെളിയിക്കുന്ന രേഖ നമ്മുടെ കൈവശമുണ്ടായിരിക്കണം. ഈ ഒരു അപേക്ഷ നമ്മൾ സമർപ്പിക്കേണ്ടത് നമ്മൾ ഓൺലൈൻ വഴി നമ്മൾ സെക്രട്ടറിക്കാണ്. പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിമാർ ഇത് വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കും. ഈ ഒരു അപേക്ഷയുടെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൂടി കൊടുക്കേണ്ടി വരും. നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ട് പാൻ കാർഡ്, ആധാർ കാർഡ് ലിങ്ക് ചെയ്ത EKYC പൂർത്തിയാക്കിയ ബാങ്ക് അക്കൗണ്ട് ആണെന്ന് ഒന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ